നമസ്കാരം. ഇന്നിവിടെ ഒരു കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ക്ലോസറ്റ് സെറ്റ് ചെയ്യുന്ന ഇതുമാണ് കാണിക്കാൻ പോകുന്നത്. സിറയുടെ വാൾഹാങ് ക്ലോസറ്റാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്നതിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഫ്ലഷ് ടാങ്ക് നേരത്തെ കൺസീൽ ചെയ്ത് വെച്ചേക്കാണ് ഇവിടെ. അപ്പോൾ ഫ്ലഷ് ടാങ്കിൻ്റെ ഫ്രെയിമിനകത്തുനിന്ന് ഒരു ബോൾട്ട് പുറത്തോട്ടിരിപ്പണം. ഇതിപ്പോൾ ക്ലോസറ്റിൻ്റെ ഉള്ളിലുള്ളതാണ്. ഇതിപ്പോൾ സെറ്റ് ചെയ്തേ ഈ ക്ലാമ്പ്. നേരത്തെയൊക്കെ വേറെ രീതിയിലുള്ളതൊക്കെ ഇടുന്നത് എല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ ഈ രീതിയിലാകുമ്പോൾ എളുപ്പമുണ്ട്. കുറച്ച് നല്ല ബലമുള്ള 2 ക്ലാമ്പാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് ഞെട്ടിട്ട് മുറുക്കിയിട്ട് കറക്റ്റ് മെഷർമെൻറ്റ് ക്ലോസറ്റിൻ്റെ ഹോൾ അനുസരിച്ച് ഇത് മെഷർമെൻറ്റ് എടുക്കണം. എന്നിട്ട് കറക്റ്റ് സെറ്റ് ചെയ്തിട്ട് ക്ലാമ്പ് മുറുക്കിയാൽ മതി. എന്നിട്ട് ഞാൻ തലങ്കി വെച്ചാണ് സെറ്റ് ചെയ്യുന്നത്. ഈ അലങ്കി ഞാൻ വഴി ഇതിട്ട് കറക്റ്റ് അതിനകത്ത് മുറുക്കണം. ഇത് കറക്റ്റ് അറിയാമെങ്കിൽ കറക്റ്റ് ഒരു 10 മിനിറ്റ് മതി ക്ലോസറ്റ് സെറ്റ് ചെയ്യാൻ. അറിഞ്ഞുകൂടെങ്കിൽ അറിയാൻ വയ്യാതെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരും. പിന്നെ ഇളക്കാനോ റീസെറ്റ് ചെയ്യാനൊക്കെ വലിയ പാടാണത്. പക്ഷെ ആദ്യത്തോട്ടം സെറ്റ് ചെയ്യുവാണെങ്കിൽ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. 1-2 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെറും സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാം. തറ വയ്ക്കുന്നൊരു ഫ്ലോർ മൗണ്ട് ക്ലോസറ്റിനെ കാട്ടിയും ഏറ്റവും എളുപ്പമായിട്ടാണ് ഇത് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. വെറും 15 മിനിറ്റ് തന്നെ വേണ്ടത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലോസറ്റിൻ്റെ ബോൾട്ട് വയ്ക്കുന്നത് ഈ അളവാണ്. കറക്റ്റ് ക്ലോസറ്റിൻ്റെ 2 ഹോളിൻ്റെ സെൻറ്റർ വെച്ചിട്ട് 16 സെൻറ്റിമീറ്റർ ഉണ്ട്. അത് വെച്ചാണ് നമ്മൾ ബോൾട്ട് കറക്റ്റ് ചെയ്യുന്നത്. കുറച്ച് ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ കറക്റ്റ് 16 സെൻറ്റിമീറ്റർ പിടിച്ചാണെങ്കിൽ ടൈറ്റ് ചെയ്താൽ മതി. സിലിക്കോൺ അടിക്കുകയാണ്. ഞാൻ സിലിക്കോൺ അടിച്ച് ഇതിനകത്ത് ടൈറ്റ് ചെയ്തിട്ടാണ് വയ്ക്കുന്നത്. ഇപ്പോൾ വീഡിയോ എടുക്കാൻ കാണിച്ചാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പൈസയും ഇല്ലാത്തതുകൊണ്ട് സൗണ്ട് ക്ലിയർ ആയിരിക്കുന്നില്ല. ഞാൻ സിലിക്കോൺ അടിച്ച് ഇതിലേക്ക് ടൈറ്റ് ചെയ്തിരിക്കുന്നു. ഇത് ക്ലോസറ്റിൻ്റെ സോക്കറ്റ് ടൈപ്പാണ്. ഇതിനകത്ത് സിലിക്കോൺ അടിച്ച് ടൈറ്റ് ചെയ്തിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലീക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇത് ഈ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് തള്ളി ഇതിൻ്റെ പുറത്തുകൂടെ ഇരിക്കാൻ കയറാകുന്നത് എളുപ്പമായി ഇരിക്കുന്നത്. ഇപ്പോൾ സിലിക്കോൺ എല്ലാം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം എടുത്ത് ക്ലോസറ്റ് കറക്റ്റായിട്ട് ആ പൈപ്പിനെ ഉള്ളിലേക്ക് ടൈറ്റ് ചെയ്ത് വെച്ച് ഇട്ടിട്ട് മുറിക്കാൻ മതി. വീഡിയോ എടുക്കാനുള്ള സൗകര്യക്കുറവുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. കറക്റ്റായിട്ട് കഴിഞ്ഞിട്ട് ഈ മോശം 2 എടുക്കണം. കറക്റ്റ് കറിയിൽ തന്നെ പിടിക്കണം. എന്നിട്ട് ഇലക്കി വെച്ച് ടൈറ്റ് വെക്കണം. മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളാണ് ഈ ക്ലോസ് ചെയ്യാൻ. മെഷർമെൻറ്റ് വ്യത്യാസം വരുന്നതാണ് ഇത് വയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇതിനകത്ത് വലിയ അയക്കാൻ എടുക്കാനോ വലിയ പാടാണ്.
കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ എൻ്റെ വർക്ക്. ഏകദേശം കറക്റ്റായിട്ടുണ്ട് എല്ലാം. ഇനി എൻ്റെ സീറ്റ് കൂടെ വെച്ചാൽ ക്ലോസറ്റിൻ്റെ വർക്ക് കഴിഞ്ഞ് ഫുൾ ടൈറ്റാണ്. പക്ക ഫിനിഷിങ്ങുള്ള ക്ലോസറ്റുമാണ്. ഇതേപോലെയുള്ള ഞെട്ടായതുകൊണ്ട് സീറ്റ് കവർ ഫിറ്റ് ചെയ്യാൻ എളുപ്പമാണ്. മറ്റേ റബ്ബർ വാഷൊന്നും ഇല്ലാത്ത ഇതിനകത്ത് തന്നെ ഒരു ഹോളുണ്ട്. ഈ സ്ക്രൂ ഡയറക്റ്റ് ഈ ഹോളിലോട്ട് ഇട്ടാൽ മതി. നേരത്തെ ചിലതിൻ്റെ ഒക്കെ വരുന്നത് അകത്തൊരു ബുഷ് കാണുന്നുണ്ട്. അത് അപ്പോൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് തള്ളി പുറത്തോട്ട് വരാനും പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതാകുമ്പം സ്റ്റീലിൻ്റെ നട്ടിനകത്ത് തന്നെ വാഷുണ്ട്. അതിനകത്ത് എത്ര ടൈറ്റ് ചെയ്താലും പ്രശ്നം വരത്തില്ല. അതിനകത്ത് ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഇതാണ് ഇത് വെച്ചാണ് ഫിറ്റ് ചെയ്യുന്നത്. ഇത് വെച്ച് ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നട്ട് ചിലപ്പോൾ ഇതാകുമ്പോൾ ഊരിപ്പാൻ ചാൻസ് ഉണ്ട്. ഇതാകുമ്പം പ്രശ്നമില്ല. ഡയറക്റ്റ് അതിനകത്ത് ടൈറ്റായിട്ടിരിക്കും. ഇപ്പോൾ ഈ ക്ലോസറ്റിൻ്റെ വർക്ക് കഴിഞ്ഞു. സീറ്റ് കവർ ഫിറ്റ് ചെയ്തു. സീറ്റ് കവർ കഴിഞ്ഞ് ഫ്ലഷ് ടാങ്കിൻ്റെ സ്വിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. 3 ക്ലോസറ്റാണ് ഇവിടെ ഉള്ളത്. ഇതിപ്പോൾ മൂന്നാമത്തെയാണ് ഞങ്ങൾ സെറ്റ് ചെയ്തിരുന്നത്. ആദ്യത്തെ രണ്ടെണ്ണത്തിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് ആദ്യം സെറ്റ് ചെയ്തതാണ്. ഇത് രണ്ടാമത്തെ. ഇത് 3 സെയിം ക്ലോസറ്റ് തന്നെയാണ്. വെറും 10 മിനിറ്റ് മാത്രമേ എടുത്തുള്ളൂ ക്ലോസറ്റ്. 10 അല്ലെങ്കിൽ മാക്സിമം പോയാൽ 15 അകത്തേ എടുത്തിട്ടുള്ളൂ. എത്ര സിമ്പിളാണ് ക്ലോസറ്റ്. 15 എടുത്ത് കാണത്തില്ല, 15 സമയം എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഈ ക്ലോസറ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കറക്റ്റായിട്ട് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എത്രയും എളുപ്പം സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. അല്ലെങ്കിലാണ് ഈ ക്ലോസറ്റ് സെറ്റ് ചെയ്യാൻ നല്ലതായിട്ട് അറിയാമെങ്കിൽ സിമ്പിളും, നല്ലതായിട്ട് അറിയത്തില്ലെങ്കിൽ വളരെ പാടുമാണ് ഫിറ്റ് ചെയ്യാൻ ക്ലോസറ്റ്. മൊത്തം 5 പാത്രമാണ് ഇവിടെ ഉള്ളത്. ഇനി താഴെ സെറ്റ് ചെയ്യാനുള്ള 2 ക്ലോസറ്റാണ് ഇരിക്കുന്നത്. ഇതിപ്പം ഫ്ലോർ മൗണ്ടഡ് ആണ്. ഇത് നമ്മുടെ അളവനുസരിച്ച് ഇറക്കി അതിനകത്തോട്ട് വെച്ച് ബാക്കിൽ 2 സ്ക്രൂ അടിക്കുന്ന പാടേ ഉള്ളൂ. ഇതിനെക്കാട്ടിയും എളുപ്പമാണ് ആ കൺസീൽഡ് ഫ്ലഷ് ഉള്ള ക്ലോസറ്റ് സെറ്റ് ചെയ്യാൻ. എല്ലാവരും മേടിക്കുന്നത് ഫ്ലോർ വയ്ക്കുന്നതാണ് എളുപ്പം എടുത്തങ്ങ് വെച്ചാൽ മതി എന്നാണ്. പക്ഷേ ഇതിനെക്കാട്ടി സിമ്പിളാണ് മറ്റേ വാളി വയ്ക്കുന്ന ക്ലോസറ്റ് സെറ്റ് ചെയ്യാൻ.